ടീച്ചർമാരും ഇഷ്ടം തന്നെയാണ്. എന്നാലും എന്നെ 2ാം ക്ലാസ് പഠിപ്പിച്ചെന്ന കൊച്ചിനാ ടീച്ചർ നല്ല ടീച്ചറാണ്. നമുക്ക് ബർത്ത്ഡേക്കും ഓരോ ദിവസം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. മിഠായി, ബർത്ത്ഡേക്ക് കേക്ക്, നാരങ്ങ വെള്ളം ഉണ്ടാക്കും, ക്ലാസ്സിൽ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നല്ല അടുപ്പുള്ള ടീച്ചറാണ്. എല്ലാ ടീച്ചർമാരും ഇഷ്ടമാണ്. എന്നാലും ഡെയിലി വിളിക്കുക, ഡാൻസ് കളിക്കുന്നില്ല പറഞ്ഞപ്പോൾ അതിനായിട്ട് കളിക്കണം പറഞ്ഞ് പൈസ ഇട്ട് തന്നു. അങ്ങനെ എല്ലാ ടീച്ചറിനും ഇഷ്ടമാണ്. പക്ഷെ ആ ടീച്ചറിനോട് ആയിട്ട് അങ്ങനെയല്ല, എന്നാലും ഒരിഷ്ടം കൂടുതൽ ഇഷ്ടമാണ്. ഇപ്രാവശ്യം നമ്മളുടെ സ്കൂളിൽ നടക്കുന്നത് പ്രത്യേകമായിട്ടുള്ള പരിപാടികളാണ്. നമ്മൾക്ക് ഇവിടെ വൃത്തിയാക്കാനുള്ള നീല, പിന്നെ മഞ്ഞ വര, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. നമുക്ക് പെൻസിൽ കുർമ്മിച്ചിടാൻ വേണ്ടിയിട്ടുള്ള പെൻസിൽ മേറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ CC ആണ് നമ്മളുടെ പദ്ധതിയുടെ പേര്. നമ്മുടെ സ്കൂളിൽ പനമരം GLP സ്കൂളിലെ മിൻഹാഷാൻ കേട്ടോ, മോൻ്റെ മോളാണ്. ടീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മോൾക്കൊരു ഗിഫ്റ്റായിട്ട് വന്നാൽ കേട്ടോ. നാളെ സ്കൂൾ തുറക്കാം കേട്ടോ. അപ്പോൾ സ്കൂൾ നാളെ തുറക്കുമ്പോൾ ഇന്നിപ്പോൾ അധ്യാപകർ 4ാം ക്ലാസ്സുകാരി അവളെ കാണാൻ വന്നാൽ എന്താ നമുക്ക് സാറോട് തന്നെ ചോദിച്ചു നോക്കാം. സാറേ, എന്താണ് മിൻഹാഷാനെ കാണാൻ വരാൻ കാരണം? നമുക്ക് ഏറ്റവും വലിയൊരു അഭിമാനമായിട്ടുള്ള ഒരു നേട്ടമാണ് നമ്മുടെ ഒരു LP സ്കൂളിൻ്റെ നേട്ടമാണ് LSS എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പനമരം ഗവൺമെൻറ് LP സ്കൂളിൽ 7 LSS, അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ മികച്ച രീതിയിൽ പ്രകടനം നടത്താൻ സാധിച്ചു. അതിൽ നമ്മുടെ ഏറ്റവും നല്ല മാർക്ക് പഠിച്ചൊരു കുട്ടിയാണ് മിൻഹാഷൻ. നമ്മളെ എല്ലാവരും ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒരു നല്ല ഒരു വിദ്യാർത്ഥിനി എന്ന പേരുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ വളരെ നല്ല മികച്ചൊരു നേട്ടം സ്കൂളിൽ നേടിത്തന്നതിനാൽ നമുക്കൊരു സന്തോഷമുണ്ട്. ഞങ്ങളൊരു ചെറിയൊരു മധുരം കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ സാറേ, അതുപോലെ തന്നെ നമ്മുടെ ഒരു പിന്നോക്ക ജില്ലയാണ് വയനാട് ജില്ല. അപ്പോൾ നിരവധി കോളനികൾ, പിന്നോക്ക കോളനികളൊക്കെ ഉണ്ട്. അപ്പോൾ നിരവധി ഉള്ളോട്ടൊക്കെ, ഇപ്പോൾ അത് പനമരം GLP സ്കൂൾ എന്ന് പറഞ്ഞാൽ അങ്ങാടി തന്നെ. അപ്പോൾ ഉള്ളോട്ടുള്ള സ്കൂളിലെ കുട്ടികളൊക്കെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്പോർട്സിലായാലും ആർട്സിലായാലും ഫസ്റ്റ് വയനാട് ജില്ലക്കകത്തും ജില്ലക്ക് പുറത്തും ഒക്കെ പോയിട്ട് വാങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് ജസ്റ്റ് ഒരു സ്കൂളിന് മുന്നിൽ ഒരു ഫ്ലെക്സ് മാത്രം. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മോൻ്റെ മോളാണെങ്കിലും ഭയങ്കര കൗതുകം തോന്നി. നാളെ സ്കൂൾ വർക്കാണ്. അപ്പോൾ ഇത്രയും അധ്യാപകർ, ഞാൻ ചൂണ്ടി പറയാം 35 കിലോമീറ്റർ ഞാൻ മോളെ കൊണ്ടുപോയതാണ് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഇവിടെ കൂടെ വേറെ 3-4 കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ വീട്ടിലൊക്കെ പോയിട്ട് മോൾക്കാണ് മാർക്ക് കൂടുതൽ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പൊതുവെ കാണാത്തൊരു സംഭവമാണ് ഈ കുട്ടികൾക്ക്. പ്രത്യേകിച്ച് ഈ സ്പോർട്സിലൊക്കെ ഈ ഗോൾഡ് മെഡൽ വരെ നേടി വന്ന കുട്ടികൾ. എനിക്കറിയാം, ഒരു PT സാർ എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. ഒരു നല്ല ഷൂവോ അല്ലെങ്കിൽ നല്ല ജേഴ്സിയോ അല്ലെങ്കിൽ നല്ലൊരു ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവർ നമ്മളെ യൂട്യൂബേഴ്സോ ആരെങ്കിലുമൊക്കെ ചെന്നിട്ട് വീഡിയോ ചെയ്യുന്നതിന് ശേഷമാണ് പ്രത്യേകിച്ച് ആ പഞ്ചായത്തായാലും അല്ലെങ്കിൽ ക്ലബ്ബ് അങ്ങനെയല്ല അധികം കാണുന്നത്. അപ്പോൾ ഇതെന്തായാലും ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. എന്തായാലും പരിചയപ്പെടുക. ടീച്ചറുടെ പേര് പറഞ്ഞോളെ. റോഷ്നി. ഞാൻ PT പ്രസിഡന്റാണ്. ഇർഷാദ്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഏകദേശം ശരിയല്ലേ? എൻ്റെ പേര് അഞ്ജു. പേര് അതുൽ. മനസ്സിലായി. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും. ഓക്കെ, താങ്ക് യു. അപ്പോൾ സാറേ, അതേപോലെ തന്നെ ഇപ്പോൾ LSSൽ ഇപ്പോൾ മോൾക്ക് മാർക്ക് കിട്ടി. അപ്പോൾ ഇത് ഈ കുട്ടികളെ എങ്ങനെ ഇതിലേക്ക് എല്ലാ കുട്ടികളും ഉൾപ്പെടുത്തുമോ അതോ 4ാം ക്ലാസ് വരെ ഒന്ന്, അത് കഴിഞ്ഞിട്ട് പിന്നെ എത്രാം ക്ലാസ്സിലാണ് ഇതെങ്ങനെ തിരഞ്ഞെടുക്കണം ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ? ഇത് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് സർക്കാരിൻ്റെ. അതിനനുസരിച്ചാണ് പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളാണ് മെയിനായിട്ട് ഈ എക്സാം എഴുതുക. LSS ഇപ്പോൾ CM കിഡ്സ് എന്നുള്ള പേരിലാണ് ഈ പരീക്ഷ അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സെലക്ട് ചെയ്യുന്നത് കുട്ടികളെ. അപ്പോൾ അത് കൃത്യമായിട്ട് ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, അങ്ങനെയുള്ള എക്സാംസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഉള്ള ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ കുട്ടികളെ സെലക്ട് ചെയ്യുക. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റേ പൊതുവിദ്യാലയങ്ങളിലെ മക്കൾക്കാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ട് ഇപ്പോൾ ആദ്യമായിട്ടുള്ള ഒരു പൊതുപരീക്ഷ എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ CM കിഡ്സ് പരീക്ഷ LSS നമുക്ക് പറയാം. അപ്പോൾ അത് കിട്ടുന്നത് തീർച്ചയായും കുട്ടികൾക്കൊരു നല്ലൊരു പ്രോത്സാഹനവും മുന്നോട്ടേക്ക് നയിക്കുന്നതിന് അവർക്കൊരു സ്റ്റാഫ് ഹോൾഡിങ്, ഒരു പിന്താങ്ങ് എന്നുള്ള രീതിയിലും കൂടെ വളരെ മികച്ച ഒരു നേട്ടമാണ് ഇത് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക്. അങ്ങനെയാണ് കാണുന്നത്. മക്കൾക്കായാലും അതെ, അതിന് പ്രിപ്പയർ ചെയ്യുന്ന അധ്യാപകർക്കായാലും അതെ, അത് നേടിയെടുക്കുന്ന സ്കൂളുകൾക്കായാലും അതെ, വളരെ അഭിമാനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ CM കിഡ്സ് സ്കോളർഷിപ്പ് കൈപ്പറ്റുക അല്ലെങ്കിൽ നേടിയെടുക്കുക എന്നുള്ളത്. 7ാം ക്ലാസ്സിൻ്റെ വേറെ ആയിരിക്കും അല്ലേ? 7ാം ക്ലാസ്സിൻ്റെ USS ആണ്. അത് CM കിഡ്സ് എന്നുള്ള പേര് തന്നെയാണ്. 7ാം ക്ലാസ് USS ആണ് വരുന്നത്. അപ്പോൾ ഇതിന് പിന്നെ ഒരു നമ്മളെ ഈ പാഠ്യപദ്ധതിയിലുള്ള പുസ്തകങ്ങൾ അതല്ലാതെ വേറെ എന്തെങ്കിലും ജനറൽ നോളജ് അങ്ങനെ ഉണ്ട്? അത് സിലബസ് ഓറിയൻറ്റഡ് ആണെങ്കിൽ നമുക്ക് GK വരുന്നുണ്ട് ഇതിൽ. അതുപോലെ അവർ പഠിക്കുന്ന സബ്ജക്ട്സ് EVS ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഗണിതം ആയിക്കോട്ടെ, എല്ലാത്തിൽ നിന്നും കൃത്യമായിട്ടുള്ള പ്രൊപ്പോർഷനിൽ ചോദ്യങ്ങളുണ്ടാവും. പിന്നെ ആനുകാലികമായിട്ടുള്ള ചോദ്യങ്ങൾ GKയിൽ ഉൾപ്പെടുത്തി വരാം. കുട്ടിക്ക് വെറുതെ കാണാപ്പാടിയും പഠിക്കുന്ന കുട്ടിക്ക് കിട്ടുന്ന ഒരു കാര്യം അല്ല LSS. കാരണം അവർ പഠിച്ച കഴിവുകൾ, അവർ നേടിയ നൈപുണ്യങ്ങൾ
ഏതൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന് കൃത്യമായിട്ട് സാഹചര്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്ന കുട്ടികൾക്കാണ് ഇത് നേടിയെടുക്കാൻ കഴിയുള്ളൂ. എല്ലാവർക്കും തന്നെ ഇത് കിട്ടാൻ സാധിക്കണമെന്നില്ല. അവർ നേടിയ അറിവുകൾ പ്രയോഗിക്കാനുള്ള കഴിവും കൂടെ പൊതുവായിട്ട് പൊതുവിദ്യാലയങ്ങളിൽ അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോഴത്തെ പഠനം. പ്രായോഗിക തലത്തിലാണല്ലോ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഈ LSS അല്ലെങ്കിൽ CM കിഡ്സ് എന്നുള്ള പരീക്ഷ. അപ്പോൾ മോൾക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താ പറയാനുള്ളത്? നല്ലോണം പഠിച്ച് വന്നതായിരുന്നു. പഠിക്കാൻ അത്ര ടഫ് അല്ലായിരുന്നു, ഒന്നും അത്ര ഈസി അല്ലായിരുന്നു. പിന്നെ ഇതിനായിട്ട് പഠിക്കാൻ ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്കിന് 2 എണ്ണത്തിനാട്ടോ 350 2 3 എണ്ണമായിട്ടുണ്ട്. സ്പെഷ്യൽ വേറെ ബുക്കാ അതോ ഒരു ഇത്ര കട്ടിയുള്ള അത്ര വീതിയുള്ള ബുക്ക് തന്നെ. അതിന്റെ പേരെന്താ? LSS CM കിഡ്സിന്റെ ബുക്ക് തന്നെ പഠിക്കാനുള്ളത്. അത് 2 എണ്ണത്തിന് 350 റുപ്യ. വാപ്പച്ചി വെയ്യാതെ അങ്ങനെ പണിയൊക്കെ എടുത്തിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ വാങ്ങിയത്. അപ്പൊ വാങ്ങി തരുമ്പോ നമ്മൾ ജയിച്ചില്ല, നമ്മക്കത് ഒരു വിഷമാണല്ലോ. എന്തൊരു സ്നേഹം നോക്കി വാപ്പച്ചിനോട്. ഇങ്ങനത്തെ കുട്ടികളൊക്കെ അല്ലേ, അതാണ് അല്ലേ വാപ്പച്ചി. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. മോക്ക് ഫസ്റ്റ് തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അധ്യാപകരൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, മോക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പോയിന് ശേഷം ഇവിടെ ഇങ്ങനെ വന്നതാണ്, സ്കൂളിലേക്ക് വന്നതാണ്. മനോഹരമായൊരു സ്കൂളാട്ടോ JLP സ്കൂൾ, പനമര സ്കൂള്. ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ടൗണിൽ തന്നെയാണ്, നല്ല അധ്യാപകരാണ്. അധ്യാപകരുടെ പെരുമാറ്റം ഭയങ്കരമായിട്ട്, അതാണ് സമ്മതിക്കേണ്ടത്. അവർ മക്കളെ കാണുന്നത് രക്ഷിതാക്കളെ പോലെ തന്നെയാണ്. അത് അനുഭവമാണ്, 4 വർഷം ഞങ്ങൾക്ക് അനുഭവമാണത്. ഓക്കെ, സന്തോഷം. ഫംഗ്ഷൻ വെച്ചിട്ട് ഇവിടെ ആയതുകൊണ്ട് ഒരുമിച്ച് വന്നോണ്ടേ സാറിൻ്റെ പരിപാടി മറ്റേ പ്രൊഫഷണൽസ് ഒക്കെ ആയതുകൊണ്ട് നാളേക്ക് ഇവരെ പുതിയ സ്കൂളിലേക്ക് കൊണ്ടുവന്ന തിരക്കല്ലേ, നമുക്കിവിടെ പ്രൊഫഷണൽസ് തിരക്കായതുകൊണ്ടാണ് നാളെ ഇവിടെ മോളോടേക്കല്ലേ. ഇപ്പോൾ 5ാം ക്ലാസ് തൊട്ട് നന്നായിട്ട് പഠിച്ചു പോകാൻ ഉറപ്പരുത്. ഇന്നലെ US കിട്ടുള്ളൂ കേട്ടോ.